الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മതയോടുകൂടി കാത്തു സൂക്ഷിച്ച് തെഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തഖികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇതുവരെയുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചില ആളുകളൊക്കെ പറയാറ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ സംതൃപ്തനാണ്. വേറെ ചില ആളുകൾ പറയാറ്, ഇത്രയും കാലത്തെ എൻ്റെ കഷ്ടപ്പാടുകൾ വെറുതെയായി, വിചാരിച്ചതൊന്നും കിട്ടിയില്ല, വിചാരിച്ചിടത്തൊന്നും എത്തിയില്ല. ഈ രണ്ട് മറുപടികളും സാധാരണയായി ആളുകൾ പറയാറുള്ളതാണ്. സത്യത്തിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ഈ ജീവിതത്തിൽ എന്താണ് നമ്മൾ നേടേണ്ടത്? അത് നേടാനുള്ള വഴി എന്തൊക്കെയാണ്? അത് നഷ്ടപ്പെടുന്നത് എവിടെ വെച്ചാണ്? ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമാണ് ഈ ചോദ്യങ്ങൾ. മരണത്തിന് തൊട്ടു മുമ്പ് മരണമുറപ്പായ ഒരു രോഗിയോട് സംസാരിക്കുമ്പോൾ ആ രോഗി പറഞ്ഞ വാക്കുകൾ ഒരു ഡോക്ടർ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ആ മരണാസന്നനായ രോഗി വളരെ ധൈര്യത്തോടു കൂടി പറഞ്ഞു അത്രേ, ഡോക്ടറെ, എനിക്ക് മരിക്കാൻ ഒരു പേടിയുമില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞു, എൻ്റെ കുട്ടികളെയൊക്കെ നല്ല രൂപത്തിലാക്കി, പെൺമക്കളെയൊക്കെ നന്നായി കല്യാണം കഴിച്ച് പറഞ്ഞയച്ച്, എൻ്റെ ഭാര്യയ്ക്ക് ജീവിക്കാനുള്ള സ്വത്ത് അവരുടെ പേരിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു കൊടുത്ത് നല്ല മനസ്സോടെ സമാധാനത്തോടെയാണ് ഞാൻ മരണത്തിലേക്ക് പോകുന്നത്. സത്യത്തിൽ ഈ ഒരു അവസ്ഥയും ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കി എന്ന് പറയാവുന്ന ഒരവസ്ഥയാണോ? നമ്മുടെ ജീവിതം അള്ളാഹു തന്നതാണ് എന്നതിൽ നമുക്കാർക്കും തർക്കമില്ല. അള്ളാഹു തന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ സമയത്ത് അള്ളാഹു അത്
തിരിച്ചു വിളിക്കും എന്നും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ട ഈ ഭൗതികമായ ഈ ലോകത്ത് അനുവദിക്കപ്പെട്ട ജീവിത സമയത്ത് നമ്മൾ എന്താണ് നമ്മുടെ ജീവിതം കൊണ്ട് നേടേണ്ടത് എന്നും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ തൃപ്തി, റിള, അള്ളാഹുവിൻ്റെ തൃപ്തി. അള്ളാഹു നമുക്ക് തന്ന ഈ ജീവിതം അള്ളാഹു കൽപ്പിച്ച മാർഗത്തിലൂടെ ജീവിച്ച് അവസാനം അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് നമ്മൾ എത്തിച്ചേരുക, ആ തൃപ്തി നേടുക. ഇതാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ ജീവിതം കൊണ്ട് ലക്ഷ്യം വെക്കേണ്ടത്. പണം ഉണ്ടാക്കിയോ ഇല്ലയോ, അവൻ്റെ കൂടെ ജീവിച്ച ആളുകൾ അവനേക്കാളേറെ സമ്പത്തുണ്ടാക്കിയപ്പോൾ എനിക്കത്ര എത്താൻ പറ്റിയില്ലല്ലോ എന്നത് അവനെ നിരാശപ്പെടുത്തുന്നില്ല. ഞാനും അയാളും ഒരുമിച്ച് ഗൾഫിൽ പോയതാ, പക്ഷേ അയാൾ ഒരുപാട് ഉണ്ടാക്കി, ഞാൻ ഒന്നും ഉണ്ടാക്കാതെ തിരിച്ചു പോരേണ്ടി വന്നു. ഞാനും അയാളും ഒരുമിച്ച് പഠിച്ചതാണ്, ഞാനും അയാളും ഒരുമിച്ച് യാത്ര തുടങ്ങിയതാണ്. അവിടെയൊക്കെ പലപ്പോൾ മറ്റൊരാളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് നഷ്ടബോധവും പരാജയബോധവും തോന്നാറുണ്ട്. ചിലപ്പോൾ അവരെക്കാൾ ഞാൻ വിജയിച്ചിട്ടുണ്ട് എന്നും തോന്നാറുണ്ട്. സത്യത്തിൽ ജീവിതത്തിന്റെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സ്വർഗത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത് വരെ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബാധ്യത ഞാൻ നിർവഹിച്ചു, എൻ്റെ ജീവിതം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കൂല എന്നാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ഈ ജീവിതം ഒരു പരീക്ഷയാണ് എന്ന് പഠിപ്പിച്ച തമ്പുരാൻ ആ പരീക്ഷയുടെ റിസൾട്ട് എങ്ങനെയാണ് അറിയുക എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതം എന്ന പരീക്ഷയുടെ റിസൾട്ട് അതെങ്ങനെയാണ് നമുക്ക് അറിയാൻ സാധിക്കുക? റിസൾട്ട് പല രൂപത്തിൽ അറിയാം, എന്നാൽ ജീവിതം എന്ന പരീക്ഷയുടെ റിസൾട്ട് അതെവിടെ വെച്ച് അറിയാം? നമ്മുടെ അയൽവാസി നമ്മൾ പറയാം, നീയൊക്കെ ജീവിതത്തിൽ ഭാഗ്യവാനാട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാഗ്യവാനാണോ? അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ പറയാം, മക്കളുടെ കൂട്ടത്തിൽ നീയാണ് ഭാഗ്യവാൻ, അതുകൊണ്ട് നമ്മൾ ജയിച്ചവനാവോ? അല്ലെങ്കിൽ അയൽവാസികൾ നമ്മളെ നോക്കി പറയാം, നിങ്ങളൊക്കെ ജീവിതത്തിൽ വിജയിച്ചവരാട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ജയിച്ചവരാവോ? ആവൂല. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. അല്ലാഹു നമ്മുടെ ഈ പരീക്ഷയുടെ, ജീവിത പരീക്ഷയുടെ മൂല്യനിർണയം നടത്തി. ആ മൂല്യനിർണയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് നരകമാണ്, ഇവർക്ക് സ്വർഗമാണ് എന്ന് അള്ളാഹു വിധിക്കുന്ന സമയത്ത് ഫമൻ സുഹ്സിഹ അനിൻ നാരി, ആ നരകത്തിലേക്ക് വേണ്ടി വിധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വഉദ്ഖിലൽ ജന്ന, ആ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ ഫഖദ് ഫാസ്, അവനാണ് ജയിച്ചവൻ. അപ്പോഴാണ് അവൻ വിജയിയായി മാറുന്നത്. അവൻ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് ജയിക്കണം. നമ്മുടെ കൂടെ ജീവിക്കുന്നവന്റെ മുമ്പിൽ ജയിക്കണമെന്നോ, നമ്മളോട് മത്സരിക്കുന്നവന്റെ മുമ്പിൽ ജയിക്കണമെന്നോ, നമ്മളെ തോൽപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നവന്റെ മുമ്പിൽ ജയിക്കണമെന്നോ ആ ജയം ഒന്നുമല്ല. അതൊക്കെ ജീവിതത്തിൽ മിന്നി 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 പറഞ്ഞു പോകുന്ന ചെറിയ ചെറിയ ജയങ്ങളാണ്. അതിനെ ജയമെന്ന് വിളിച്ചൂടാ. പണ്ട് LP സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ ടച്ച് ജയിച്ചിട്ടുണ്ടാവും, ഓടി ജയിച്ചിട്ടുണ്ടാവും, വേറെ ഏതെങ്കിലുമൊക്കെ കോലത്തിൽ ജയിച്ചിട്ടുണ്ടാവും. ആ ജയമൊന്നും ഇപ്പൊ നമ്മുടെ മനസ്സിലില്ലല്ലോ. അതൊന്നും ഒരു ജയമായിട്ട് നമ്മൾ ആഘോഷിക്കാറില്ലല്ലോ. അതൊക്കെ താൽക്കാലികമായ ആ സമയത്തെ ജയമാണ്. അതിനപ്പുറത്തേക്ക് ആ ജയത്തിന് പ്രസക്തിയില്ല. ഒരുപാട് ദേശീയ അവാർഡുകൾ വാങ്ങിയ ഒരു മനുഷ്യൻ ദയനീയമായി മരിക്കാൻ കിടക്കുന്ന ഒരു ചിത്രം ഞാൻ എവിടെയോ വായിച്ചത് ഓർക്കുന്നുണ്ട്. അയാൾക്ക് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിന്റെ അവസാന സമയത്ത് കഷ്ടപ്പാടിലും ദുരിതത്തിലും അയാൾ ജീവിതം തീർക്കുകയാണ്. അപ്പൊ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ വിജയമായി കാണേണ്ടത് ഇതാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. അത് അള്ളാഹുവിന്റെ ഒരു വാക്കാണ്. ആ വാക്ക് കേൾക്കാൻ വിധിക്കപ്പെട്ടവരിൽ നമ്മൾ ഉണ്ടാവണം. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട്, അള്ളാഹുവിനാൽ ഇഷ്ടപ്പെട്ട്, രണ്ടുമാണ്, ഒരു വൺ വേ അല്ല. എനിക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണ്, അള്ളാഹുവിന് എന്നെയും ഇഷ്ടമാണ്.
നമ്മൾ സ്വഹാബിമാരുടെയൊക്കെ പേര് പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പറയുന്ന ഒരു വാക്കുണ്ടല്ലേ, റളിയല്ലാഹു അൻഹു വറളൂ അൻഹു. അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്ത് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണത്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടാനും അള്ളാഹു തിരിച്ചവനെ ഇഷ്ടപ്പെടാനും അവസരമായാൽ ആ മനുഷ്യൻ ജയിച്ചു, ആ മനുഷ്യൻ ജയിച്ചു. അതാണ് അവന്റെ വിജയത്തിന്റെ അടയാളം. അവൻ അള്ളാഹുവിനെ ഇഷ്ടമാണ്, അള്ളാഹുവിന് അവനെയും ഇഷ്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും പ്രഭാതത്തിൽ അവൻ ഇപ്രകാരം പറഞ്ഞാൽ, എപ്രകാരം പറഞ്ഞാൽ വെറുതെ പറയല്ല, അതറിഞ്ഞ് അത് അംഗീകരിച്ച് അത് ജീവിതത്തിൽ പുലർത്തി അവൻ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഇപ്രകാരം പറഞ്ഞാൽ, റളീതു ബില്ലാഹി റബ്ബൻ, ഞാൻ അള്ളാഹുവിനെ എൻ്റെ രക്ഷിതാവായി തൃപ്തിപ്പെട്ടിരിക്കുന്നു, വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ എൻ്റെ മതമായും, വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എൻ്റെ പ്രവാചകനായും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ആ തൃപ്തിക്കനുസരിച്ചായിരിക്കും എൻ്റെ ജീവിതം എന്നൊരാൾ പ്രഖ്യാപിച്ചാൽ, പ്രവാചകൻ പറയണേ, ഞാനൊരു കാര്യം ഉറപ്പു തരാം. അള്ളാഹുവിൻ്റെ വഹീ മുഖേനയാണ് പ്രവാചകൻ ഈ ഉറപ്പ് തരുന്നത്. എന്താണ്? അവൻ്റെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് ഞാൻ അവനെ കൊണ്ടുപോകും. അവൻ്റെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് ഞാൻ അവനെ കൊണ്ടുപോകുന്നു. ആരെ? അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക അങ്ങോട്ടും ഇങ്ങോട്ടും. ആ അള്ളാഹു എന്നോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ തൃപ്തിയോടുകൂടി ഞാൻ അനുഷ്ഠിക്കും. ആ റബ്ബ് എനിക്ക് വിധിക്കുന്ന കാര്യങ്ങൾ തൃപ്തിയോടുകൂടി ഞാൻ സ്വീകരിക്കും. ശപിക്കാതെ, കുറ്റപ്പെടുത്താതെ, പിറുപിറുക്കാതെ എൻ്റെ റബ്ബിന്റെ നിശ്ചയങ്ങൾ ഇഷ്ടത്തോടുകൂടി ഞാൻ സ്വീകരിക്കും. അതെന്റെ ഖൈറിനും അതെന്റെ നന്മക്കും വേണ്ടിയാണ് എൻ്റെ റബ്ബ് വിധിച്ചത് എന്ന പോസിറ്റീവായ ചിന്താഗതി എൻ്റെ മനസ്സിലുണ്ടാവും. അങ്ങനെ അള്ളാഹുവിനെ ഞാൻ എൻ്റെ റബ്ബായിട്ട് സ്വീകരിക്കും, ഇഷ്ടപ്പെടും. നമ്മുടെ കുട്ടി, ഇഷ്ടപ്പെട്ട കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടി നമ്മുടെ നെഞ്ചത്ത് മൂത്രമൊഴിക്കുമ്പോൾ വെറുപ്പല്ലല്ലോ ഉണ്ടാവുന്നത്, ആണോ? ആ കുട്ടിയുടെ വായിൽ നിന്ന് നമ്മുടെ മുഖത്തേക്ക് ഉമിനീരിങ്ങനെ കുറുന്നനെ ഒലിക്കുമ്പോൾ വെറുപ്പല്ലല്ലോ, തേനെന്ന് പറഞ്ഞല്ലേ നമ്മളത് തോത്തിയെടുക്കാറ്. ഇഷ്ടപ്പെട്ടാൽ അങ്ങനെയാണ്. അപ്പൊ അള്ളാഹുവിനെ ഞാൻ ഇഷ്ടപ്പെട്ടു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതേപോലെ അള്ളാഹു എനിക്ക് ജീവിക്കാൻ വേണ്ടി നിശ്ചയിച്ചു തന്ന ആ ഇസ്ലാം എന്ന വഴിയുണ്ടല്ലോ, ആ വഴിയെയും ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഒരു ഭാരം എന്നുള്ള നിലക്കല്ല, അതൊരു പ്രയാസം എന്നുള്ള നിലക്കല്ല. സംഗതിയൊക്കെ ബുദ്ധിമുട്ടാണ്, എന്നാലും നമ്മൾ ചെയ്യണ്ടേ എന്ന കോലത്തിലല്ല. നമസ്കാരത്തെ പറ്റിയും ക്ഷമയെക്കുറിച്ചൊക്കെ പറഞ്ഞെടുത്ത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായ ഭക്തി ഇല്ലാത്ത ആളുകളുണ്ടല്ലോ, അവർക്ക് നിസ്കാരം ഒരു ഭാരയിക്കാരണം. ഇനിയിപ്പോ നിസ്കരിക്കുമാണ്, ആ നിസ്കാരത്തെ കുറിച്ച് പറയുന്നതന്നെ അവര് ഭാരത്തോടുകൂടി വെറുപ്പോടുകൂടി എന്തോ ഒരു വലിയ സംഗതി തലയിൽ നിന്ന് ഇറക്കി വെക്കാനുള്ള ഒരു വൈമനസ്യത്തോടെ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു വെറുപ്പോട് കൂടി സംസാരിക്കുക. അപ്പൊ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക, ആ അള്ളാഹു നമുക്ക് തന്ന ദീനിനെ ഇഷ്ടപ്പെടുക, ആ ദീന് നമുക്ക് എത്തിച്ചു തന്ന പ്രവാചകനെ ഇഷ്ടപ്പെടുക. അങ്ങനെ ഇഷ്ടപ്പെട്ട് ആ ഇഷ്ടത്തിലൂടെ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നാളെ പരലോകത്തെ അള്ളാന്റെ ഹബീബ് നമ്മളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ പ്രവാചകന്റെ വാക്ക്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നത് ഇവിടെ എന്തെങ്കിലും 10 ഉറുപ്യ ഉണ്ടാക്കിയ 10 സെന്റ് സ്ഥലം വാങ്ങിയ നമ്മൾ എന്തെങ്കിലും ചെയ്യുക എന്നതിനപ്പുറം അള്ളാഹുവിന്റെ ഇഷ്ടം എനിക്ക് നേടണം. അങ്ങനെ ഇഷ്ടം നേടിയ ഒരു തലമുറ ഇവിടെ ജീവിച്ചു പോയി. പ്രവാചകന്റെ സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞേ, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. ഭൗതികമായി യാതൊന്നും ആഗ്രഹിക്കാൻ ഒരു നിവൃത്തിയുമില്ലാത്ത കാലത്ത്, ഇസ്ലാമിന് ശത്രുക്കൾ മാത്രമുള്ള ഒരു കാലത്ത്, ഉപദ്രവങ്ങളും പട്ടിണിയും മാത്രമുള്ള ഒരു കാലത്ത് ആ ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്ന മുഹാജിറുകളും അൻസാറുകളും
മുഹാജിർ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ഇസ്ലാമായി ജീവിക്കാൻ വേണ്ടി മദീനയിലേക്ക് പലായനം ചെയ്ത മുസ്ലിങ്ങൾക്ക് പറയുന്ന പേരാ മുഹാജിർ. അവരന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തത് ഭൗതികമായി ഒന്നും ആഗ്രഹിച്ചിട്ടല്ല. അവരുടെ സ്വത്തും വീടും തോട്ടങ്ങളും കൃഷിയും മുഴുവനും ഒഴിവാക്കി ധരിച്ച മുണ്ട് മാത്രം സ്വന്തമാക്കി പാതിരാത്രിക്ക് നാട് വിട്ടത് ആദർശത്തിന് വേണ്ടി മാത്രം. അവരെ കുറിച്ചാണ് മുഹാജിറുകളിലെ ആദ്യകാലക്കാർ എന്ന് പറഞ്ഞത്. ആ മുഹാജിറുകൾ മക്കയിലേക്ക് വന്നപ്പോ ഒന്നുമില്ലാതെ വന്ന ആ മുഹാജിറുകളെ ഒന്നും പ്രതീക്ഷിക്കാതെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് രണ്ട് കൈയും നീട്ടി ജീവിതത്തിലുള്ളത് മുഴുവനും പകുത്തുകൊടുത്ത മദീനയിലെ മുസ്ലിങ്ങളാണ് അൻസാറുകൾ. അവർക്ക് ഇസ്ലാമിൽ വല്ലാത്തൊരു സ്ഥാനമുണ്ട്. കാരണം അവർ പിന്നീട് ഇസ്ലാമിക ലോകത്ത് വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടായ കാലത്ത് വന്നവരെ പോലെയല്ല ഇവർ. അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ജീവിതത്തിലെ സകലതും വലിച്ചെറിഞ്ഞ് ദീനിന്റെ മാർഗത്തിൽ വന്നവരാ. അവരെ കുറിച്ച് അള്ളാഹ് പറഞ്ഞേ, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ആദ്യമായി കടന്നു വന്ന ആ ആദ്യ ആളുകൾ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ. പിന്നീട് അവരുടെ നന്മകളെ പിൻപറ്റി അവരോട് ചേർന്ന അടുത്ത തലമുറ. റളിയല്ലാഹു അൻഹും, റളിയല്ലാഹു അൻഹും. അല്ലാഹു അവരെ ഇഷ്ടപ്പെട്ടു, തൃപ്തിപ്പെട്ടു. വറളൂ അൻഹു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു. അല്ലാഹുവിന്റെ ഏതൊരു കൽപ്പനയും അവർക്ക് ആഘോഷമാണ്. അള്ളാഹുവിന്റെ ഏതൊരു കൽപ്പനയും അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവങ്ങളാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ അവർക്ക് ആസ്വാദനങ്ങളാണ്. കൊല്ലങ്ങൾ കാത്തിരുന്നിട്ടും ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി വർഷങ്ങൾ കാത്തിരുന്ന ഒരു സ്വഹാബിക്ക് അവസാനം അപ്രതീക്ഷിതമായി ഒരു പെൺകുട്ടി ഭാര്യയായി കിട്ടിയ ആ രാത്രിയിലാണ് പ്രവാചകന്റെ വിളി കേട്ട് അയാൾ തന്റെ ഭാര്യയോട് യാത്ര പറഞ്ഞ് റബ്ബിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് രക്തസാക്ഷിയായത്. കാരണം അള്ളാഹു അവർക്ക് അത്രയും പ്രിയപ്പെട്ടവനാണ്. ആ റബ്ബിന്റെ ഒരു കൽപ്പനക്കുമേൽ ഒരു പ്രിയം അവർക്ക് ലോകത്തില്ല. അതുകൊണ്ട് തന്നെ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന മനോഹരമായ സ്വർഗീയ ഭവനങ്ങൾ അള്ളാഹു അവർക്ക് പ്രതിഫലമായി ഒരുക്കി വെച്ചിട്ടുണ്ട്. വലിയ വീടൊക്കെ ഉണ്ടാക്കി വീടിൻ്റെ മുറ്റത്ത് ചെറിയ കുളം കുത്തി അതിൽ വെള്ളം നിറച്ച് മീൻ നിറച്ച് ആസ്വദിച്ച് ജീവിക്കുന്ന നമുക്ക് തോന്നും ഇതന്നെയാണ് സ്വർഗം, അല്ലേ? താഴ്ഭാഗത്തു കൂടി മനോഹരമായ അരുവികൾ ഒഴുകുന്ന മനോഹരമായ സ്വർഗീയ ഭവനങ്ങൾ അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഖാലിദീന ഫീഹാ. ആ ഭവനങ്ങളിൽ അവർ നിത്യവാസികളാണ്. മരിക്കുമെന്ന് പേടിക്കണ്ട, വയസ്സാകുമെന്ന് പേടിക്കണ്ട, പുറത്താക്കപ്പെടുമെന്ന് പേടിക്കണ്ട, പൗരത്വത്തിന്റെ പ്രശ്നങ്ങളില്ല, ശത്രുക്കളില്ല. അവർ അവിടെ നിത്യവാസികളാണ്. ഖാലിദീന ഫീഹാ അബദാ, അബദാ, എന്നേക്കും. ആ എന്നേക്കും എന്ന വാക്കിന്റെ ഒരറ്റത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. അതങ്ങനെ പോവും, എന്നേക്കും. അബദാ ദാലികൽ ഫൗസുൽ അലീം, ദാലികൽ ഫൗസുൽ അലീം. അതാണ് മെഗാ വിജയം, ഏറ്റവും വലിയ വിജയം. അതിലപ്പുറത്തേക്ക് ഒരു വിജയം ഉണ്ടോ? നമുക്കിവിടെ കിട്ടുന്ന ഏത് വിജയവും ഒരു വിജയം അടുത്ത വിജയിയുടെ വരെയുള്ളൂ. ഈ കൊല്ലത്തെ ലോകകപ്പിന്റെ വിജയിയുടെ സ്ഥാനം അടുത്ത ലോകകപ്പ് വരെയുള്ളൂ. അവിടെ വിജയികൾ പുനർനിർണയിക്കപ്പെടും. ഇതങ്ങനെയല്ല, ഇത് അവസാനിക്കാത്ത വിജയ, അതങ്ങനെ തുടർന്നു പോകുന്ന വിജയ. അതുകൊണ്ടാണ് ദാലികൽ ഫൗസുൽ അലീം, അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ഈ വിജയം കരസ്ഥമാക്കാൻ നമ്മൾ എന്തു ചെയ്യണമെന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്നാമത്തേത്, അല്ലാഹു ഒരടിമയെ ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ കാരണം, ആ അടിമയുടെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ ആ അടിമ പശ്ചാത്തപിക്കുന്നു എന്നതാണ്. നമ്മുടെ ഒരു കുട്ടി തെറ്റ് ചെയ്താൽ ആ കുട്ടി നമ്മുടെ മുമ്പിൽ വന്നിട്ട് ആ കുട്ടി പറയും, അമ്മ അല്ലെങ്കിൽ ഉപ്പ, ഞാൻ നിങ്ങളോട് ഇങ്ങനെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഇഷ്ടത്ര.
അതിനേക്കാൾ എത്രയോ മടങ്ങ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് തെറ്റു ചെയ്ത ഒരടിമ, അടിമ നമ്മളാണ്, ആ തെറ്റാണെന്ന് ബോധ്യമായപ്പോൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിന് അവനോടുള്ള ഇഷ്ടം, ആ ഇഷ്ടം പറഞ്ഞറിയിക്കാനാവാത്ത ഇഷ്ടം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുക എന്നത്, നിങ്ങൾ 25 കൊല്ലം ഹിമാലയത്ത് പോയി തപസ്സിരുന്നാൽ അള്ളാഹു ഞങ്ങളെ ഇഷ്ടപ്പെടുമെന്നല്ല പറഞ്ഞത്. നിങ്ങളെ സ്വത്ത് മുഴുവനും നിങ്ങൾ സാധുക്കൾക്ക് ദാനം ചെയ്ത് നിങ്ങൾ ഒന്നുമില്ലാതെ യാചകരെ പോലെ സന്യാസം സ്വീകരിച്ചാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുമെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് തന്ന മക്കളിൽ ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ ബലിയറുത്താൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുമെന്നല്ല പറഞ്ഞത്. നമുക്ക് താങ്ങാൻ കഴിയാത്ത, നമുക്ക് സഹിക്കാൻ കഴിയാത്ത, നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വലിയ ഒരു ഭാരമല്ല റബ്ബിന്റെ ഇഷ്ടത്തിനു വേണ്ടി അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടത്. ജീവിതത്തിൽ പറ്റിപ്പോകുന്ന തെറ്റുകൾക്ക് അള്ളാഹുവിനോട് നന്നായി തൗബ ചെയ്യാൻ സാധിക്കുക. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ. തൗബ ചെയ്യുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടാണ്, വെറുപ്പല്ല. പടച്ചോനെ, നിന്റെ ഒരു കൽപ്പന ഞാൻ ലംഘിച്ചു, ഇങ്ങനെ ചെയ്തു, പറ്റിപ്പോയി റബ്ബേ എന്ന് പറഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ കണ്ണ് നിറക്കുന്നവരെ അള്ളാഹ്ക്ക് വെറുപ്പല്ല, അള്ളാഹ്ക്ക് ഇഷ്ടാണ് അവരെ. മരുഭൂമിയിൽ യാത്രാ ഒട്ടകം നഷ്ടപ്പെട്ട് മരണത്തിനെ മുഖാമുഖം കണ്ട ഒരു മനുഷ്യന് അവന്റെ ഒട്ടകത്തെ തിരിച്ചു കിട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷം എന്താണോ, ആ സന്തോഷത്തിനേക്കാൾ വലുതാണ് പാപിയായ ഒരു അടിമ റബ്ബിലേക്ക് തിരിച്ചു വരുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്നത് എന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചെയ്തു പോയ തെറ്റുകൾക്ക് തൗബ ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക, അത് റബ്ബിന്റെ ഇഷ്ടത്തിലേക്കുള്ള വഴിയാണ്. രണ്ടാമത്തേത്, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നീതി പാലിക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. നീതി പാലിക്കുക, എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും ആർക്കെതിരെയാണെങ്കിലും എന്തിനു വേണ്ടിയാണെങ്കിലും നീതിയുടെ കൂടെ നിൽക്കുക, നീതിയുടെ കൂടെ നിൽക്കുക. സംസാരങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ, ഇടപാടുകളിൽ, ബന്ധങ്ങളിൽ എല്ലായിടത്തും നീതി പുലർത്തുക. വീടുകളിൽ, അയൽപക്കങ്ങളിൽ, നാടുകളിൽ, സമൂഹങ്ങളിൽ നീതി പുലർത്തുക. അനീതിയുടെ ഭാഗത്ത് അതാർക്കാണെങ്കിലും, അള്ളാഹ് പറഞ്ഞില്ലേ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ ആരാണെങ്കിലും ശരി, അനീതിയുടെ ഭാഗത്ത് നിങ്ങൾ ഉണ്ടാവരുത്. അതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരാ, എനിക്ക് ഓലപ്പേ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ? അത് ഇസ്ലാമിക വിരുദ്ധമാണ്. അത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാ, ഓല് നമുക്ക് പല സഹായമുള്ള ആൾക്കാരാ, നമ്മൾ ഓലപ്പേ നിൽക്കാൻ പാടുള്ളൂ എന്നത് ഇസ്ലാമിക വിരുദ്ധമായ ആശയമാണ്. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത്, നിങ്ങൾ നീതിയുടെ ഭാഗത്ത് നിൽക്കണം. അത് നിങ്ങൾക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ എതിരാണെങ്കിലും നിങ്ങൾ നീതിയുടെ ഭാഗത്ത് നിൽക്കണം. ആ നീതിയുടെ ഭാഗത്ത് നിൽക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. മറ്റൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. മുഹ്സിനീങ്ങളെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എന്താ മുഹ്സിൻ? നന്മ ചെയ്യുന്നവർ, നല്ലത് ചെയ്യുന്നവർ, തനിക്കും തൻ്റെ ദീനിനും തൻ്റെ സമൂഹത്തിനും തൻ്റെ ചുറ്റുപാടുകൾക്കും നന്മ മാത്രം ആഗ്രഹിച്ച് നന്മ ചെയ്യുന്നവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദീന, തീർച്ചയായും ഈ മതം എന്ന് പറയുന്നത് അത് നന്മ ആഗ്രഹിക്കലാണ്. എല്ലാവർക്കും നന്മ ഉണ്ടാവാൻ ആഗ്രഹിക്കുക. അങ്ങനെ പോണ സമയത്ത് ഒരു ബൾബ് അവിടെ കത്തിക്കുന്നുണ്ട്, ആരതോ ആണ്, ആയിക്കോട്ടെ, ആ സ്വിച്ച് ഒന്ന് ഓഫാക്കി പോകാം. അവിടെ പോകുന്ന വഴിക്ക് ഒരു ടാപ്പിലെ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്നുണ്ട്, ആരതായിക്കോട്ടെ, ആ ടാപ്പ് ഒന്ന് പൂട്ടിപ്പോകാം. നടന്നു പോകുന്ന വഴിക്ക് ഒരാടിൻ്റെ കുട്ടി കയറിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്, ഒന്ന് പേർത്തിട്ട് പോകാം. എവിടെയും മതം എന്ന് പറയുന്നത് ഇന്ന ദീന അന്നസിഹ. മതം എന്ന് പറഞ്ഞാൽ അത് നന്മ ആഗ്രഹിക്കല. ആർക്കൊക്കെ? എല്ലാവർക്കും നന്മ ആഗ്രഹിക്കുക. അങ്ങനെ മുഹ്സിനായിട്ട് നന്മ ചെയ്ത് ജീവിക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അടുത്തത് നമ്മളെ പഠിപ്പിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എങ്ങനെ? എനിക്കിൻ്റെ റബ്ബിനെ കാണണം. ആർക്കാ റബ്ബിനെ കാണാൻ പറ്റുക? റബ്ബിനെ കാണാനുള്ള ഭാഗ്യം ആർക്കാ കിട്ടുക? നിങ്ങൾ
ഈ ദുന്യാവിലെ ജീവിതം കഴിഞ്ഞ് നമ്മുടെ പരീക്ഷകളൊക്കെ റിസൾട്ടുകൾ അറിഞ്ഞ് നമ്മൾ സ്വർഗത്തിലെത്തുമ്പോൾ ആ സ്വർഗവാസികൾക്ക് അള്ളാഹ് കൊടുക്കുന്ന മഹത്തായ ഒരു സമ്മാനമാണ് അള്ളാഹുവിനെ കാണുക. സ്വർഗവാസികൾ, നിങ്ങൾ പൂർണ്ണചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾ റബ്ബിൻ്റെ മുഖം കാണും എന്നാണ് പഠിപ്പിച്ചത്. ആ റബ്ബിനെ എനിക്ക് കാണണം, എൻ്റെ സൃഷ്ടാവായ. അല്ലേ, നമ്മളിപ്പോൾ ഞാനൊരാളെ മുമ്പ് എൻ്റെ കൂടെ ഒരു ഉംറയ്ക്ക് വേണ്ടിയുള്ള യാത്രയിൽ ഒരാൾ എന്നോടൊരു കഥ പറഞ്ഞ്. അയാൾ ജനിച്ചത് അങ്ങ് തിബത്തിലാണ്. അന്ന് അയാളുടെ ബാപ്പ അവിടെ ബിസിനസ്സുകാരനായിരുന്നു. അയാൾക്കൊരു 1.5 വയസ്സായപ്പോൾ അവിടെ തിബത്തിലൊരു നിയമം വന്ന് വിദേശികളൊക്കെ വിട്ടുപോയിക്കൊള്ളണമെന്ന്. അപ്പോൾ അദ്ദേഹം പിന്നെ തൻ്റെ ഭാര്യയോട് ആവശ്യപ്പെട്ട് നമുക്ക് രണ്ടാൾക്കും പോവല്ലേ നാട്ടിലേക്ക്. അപ്പോൾ ഭാര്യ പറഞ്ഞു, എനിക്ക് ഉമ്മയും സഹോദരിമാരൊക്കെ അവിടെ ഉണ്ട്, ഞാൻ അങ്ങനെ പോരൂല. ആ പിതാവ് ഈ മകൻ്റെ കൈപിടിച്ച് അയാൾ നാട്ടിലേക്ക് പോന്നു. 1.5 വയസ്സ് പ്രായം. പിന്നെ അയാൾക്ക് തിബത്തിലേക്ക് പോകാൻ പറ്റിയില്ല. ഈ ഉമ്മയെ ഈ കുട്ടിയോട്ട് കണ്ടതുമില്ല. 40-40 വർഷത്തിന് ശേഷം ഇയാളുടെ നിരന്തരമായ അന്വേഷണത്തിലാണ് തിബത്തിലുള്ള തൻ്റെ മാതാവുണ്ട് എന്ന് അയാൾ അറിയുന്നത്. പിന്നെ ഒരു യാത്രയാണ് തൻ്റെ ഉമ്മയെ കാണാൻ. ആ ഉമ്മയെ കണ്ട നിമിഷം അയാൾ വർണ്ണിക്കുമ്പോൾ ശ്വാസം കിട്ടാതെ, വാക്ക് കിട്ടാതെ അയാൾ ഞങ്ങളുടെ മുമ്പിൽ പടഞ്ഞുപോയി. നമ്മുടെ ജീവിതം മുഴുവനും നമുക്ക് തന്ന, നമ്മൾ ആവശ്യപ്പെടാതെ ഒക്കെയും നമുക്കൊരുക്കി തന്ന കാരുണ്യവാനായ റബ്ബിനെ നമ്മുടെ കണ്ണുകൊണ്ടൊന്ന് കാണുക. അതിനേക്കാൾ സൗഭാഗ്യമുള്ള ഒരവസരം ലോകത്ത് എവിടെ ഉണ്ടാവുക? അതുകൊണ്ട് എല്ലാവരും ആഗ്രഹിക്കണം, എൻ്റെ റബ്ബിനെ എനിക്ക് കാണണം. അത് വെറും ഒരാഗ്രഹമല്ല, ആ റബ്ബിനെ കാണുക എന്ന ആഗ്രഹത്തിലേക്ക് എത്തത്തക്ക രൂപത്തിൽ ഞാൻ ജീവിക്കും. അല്ലേ, വമൻ അഹബ്ബ ലിഖാ അല്ലാഹ്, മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, അള്ളാഹനെ കണ്ടുമുട്ടണമെന്നത് ആരെങ്കിലും ആഗ്രഹിച്ചാൽ, ഇഷ്ടപ്പെട്ടാൽ, അവൻ മനസ്സിൽ ഒരാഗ്രഹമായി എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുക എന്നതിനെ ഒരാൾ കൊണ്ടു നടന്നാൽ, അഹബ്ബല്ലാഹു ലിഖാഅഹു, അവനെ കണ്ടുമുട്ടാൻ അള്ളാഹ്ക്ക് ഇഷ്ടമായിരിക്കും. അവനെ കാണണം, അവനെ കണ്ടുമുട്ടാൻ റബ്ബ് ഇഷ്ടപ്പെടും. വമൻ കരിഹ ലിഖാ അല്ലാഹ്, എന്നാൽ ജീവിതത്തിൻ്റെ പാപങ്ങളും ജീവിതത്തിലെ വേണ്ടാത്തരങ്ങളുമായി പടച്ചോനെ കാണുന്നതന്നെ ഇഷ്ടമല്ലാതെ ജീവിച്ച ഒരാളാണെങ്കിലോ, കരിഹ അല്ലാഹു ലിഖാഅഹു, അവനെ കണ്ടുമുട്ടുന്നത് അള്ളാഹ്ക്കും വെറുപ്പേകാരം, ഒരു കാണൂല ഒരിക്കലും. അല്ലേ, അപ്പം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന മറ്റൊരു മാർഗം, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു മാർഗം, അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കലാണ്. അപ്പം ജീവിതത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ, ഇഷ്ടപ്പെടാൻ, ആ അള്ളാഹു നമ്മളെയും ഇഷ്ടപ്പെടാൻ, ആ ഇഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ വിജയമെന്ന് മനസ്സിലാക്കി ആ വിജയത്തിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ഇദാ അഹബ്ബല്ലാഹുൽ അബ്ദ, ഇദാ അഹബ്ബല്ലാഹുൽ അബ്ദ, അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ, നമ്മളെ ആരെങ്കിലും ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ, നാദാ ജിബ്രീൽ, അള്ളാഹു ജിബ്രീലിനോട് വിളിച്ചു പറയും. ആരാ ജിബ്രീൽ? മലക്കുകളുടെ നേതാവായ ജിബ്രീൽ. ആ ജിബ്രീലിനോട് റബ്ബ് പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹ്ബിബ്ഹു, അള്ളാഹു ഇന്നയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നീയും അയാളെ ഇഷ്ടപ്പെടണം എന്ന് ജിബ്രീലിനോട് കൽപ്പിക്കും. ഫയുഹിബ്ബുഹു ജിബ്രീൽ, അപ്പൊ ജിബ്രീൽ മലക്കുകളുടെ നേതാവാ, കോടിക്കണക്കിന് മലക്കുകളുടെ നേതാവ്. ആ ജിബ്രീൽ അവനെ ഇഷ്ടപ്പെടും. ഫയുനാദി ജിബ്രീൽ ഫി അഹ്ലി സമാ, ആകാശ ലോകത്തുള്ള മറ്റുള്ളവരോട് ജിബ്രീൽ വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബു, ഇന്നയാളെ അല്ലാഹ് ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും അയാളെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ, ആകാശലോകത്തുള്ള സർവരും അയാളെ ഇഷ്ടപ്പെടും.
അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം അത് നമ്മുടെ ജീവിതത്തെ പല രൂപത്തിലും പല തലത്തിലുമാണ് ആ ഇഷ്ടം സ്വാധീനിക്കുക. ആ ഇഷ്ടത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ റബ്ബിൻ്റെ കൽപ്പനകൾ. പ്രവാചകനോട് ഒരാൾ വന്ന് ചോദിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹു എന്നെ ഇഷ്ടപ്പെടണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹു നിന്നോട് കൽപ്പിച്ച നിർബന്ധമായ കാര്യങ്ങൾ നീ ചെയ്യുക. പിന്നെ അള്ളാഹു ഐച്ഛികമായി സുന്നത്തായി നിന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ അതും നീ ചെയ്യുക. അത് ചെയ്യുമ്പോൾ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. കുറുക്ക് വഴിയൊന്നുമില്ല. അള്ളാഹിൻ്റെ ഇഷ്ടം നേടാൻ പ്രത്യേക വേഷം കെട്ടി പ്രത്യേക കോലത്തിൽ ഒരു പ്രത്യേക നടത്തം അതുകൊണ്ടൊന്നും അള്ളാഹ് ഇഷ്ടപ്പെടില്ല. അള്ളാഹു ഇഷ്ടപ്പെടണമെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഇഷ്ടത്തോടു കൂടി നിർവഹിക്കണം. വെറുപ്പോടു കൂടിയല്ല, ഒരാൾ നിർബന്ധിച്ചതല്ല, സമൂഹത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടല്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഇഷ്ടത്തോടു കൂടി നിർവഹിക്കണം. അങ്ങനെ ഇഷ്ടത്തോടെ നിർവഹിക്കുമ്പോൾ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ദിശണാപരമായ മാർഗം കാണിച്ചു കൊടുത്ത കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സഭയാണ് കേരള ജംഇയ്യത്തുൽ ഉലമ എന്നറിയപ്പെടുന്ന പണ്ഡിത സഭ. 1922 ആലുവയിൽ വെച്ച് ഒരു യോഗം നടക്കണം. അത് ഒരു സംഘത്തെ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്. ഐക്യസംഘം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഐക്യസംഘം. ഈ ഐക്യസംഘം എന്ന ഒരു ചെറു സംഘം അങ്ങ് കൊടുങ്ങല്ലൂരിലുണ്ടായി. അതിൻ്റെ ലക്ഷ്യം അവിടെ പല മുസ്ലിം തറവാട്ടുകാരായ ആളുകളും പരസ്പരം തെറ്റി ഭിന്നിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു പല കാരണങ്ങളാൽ. അവരെയൊക്കെ പറഞ്ഞ് നന്നാക്കി മസ്ലഹത്ത് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഐക്യസംഘം രൂപീകരിക്കപ്പെട്ടത്. ഈ ഐക്യസംഘത്തിൻ്റെ 2ാമത് വാർഷികം നടക്കുമ്പോൾ, അതായത് 1924 ആലുവയിൽ വെച്ച് മെയ് മാസം 10, 11, 12 1924 മെയ് മാസം 10, 11, 12 തീയതികളിലാണ് ഐക്യസംഘത്തിൻ്റെ 2ാമത് വാർഷിക സമ്മേളനം ആലുവയിൽ വെച്ച് നടക്കുന്നത്. ആ വാർഷിക സമ്മേളനത്തിൽ നേരത്തെ ഒരു തീരുമാനം അവിടെ നടപ്പാക്കാൻ തീരുമാനിച്ചു. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മതപരമായ നേതൃത്വം കൊടുക്കാൻ, അവരിൽ അടിഞ്ഞുകൂടിയ അന്ധവിശ്വാസ അനാചാരങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ, അവർക്കിടയിലെ ഭിന്നതകളെ പറഞ്ഞു നന്നാക്കി ഐക്യപ്പെടുത്താൻ, അവർക്ക് ഭൗതികമായ പുരോഗതി ഉണ്ടാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കാൻ, പണ്ഡിതോചിതമായ നേതൃത്വം കൊടുക്കാൻ പണ്ഡിതന്മാരുടെ ഒരു ഐക്യശ്രമം ഉണ്ടാവണം. അതിനുവേണ്ടി ആ യോഗത്തിലേക്ക് അധ്യക്ഷനായി വിളിച്ചു വരുത്തിയത് അന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന ലോകത്തിലെ തന്നെ പ്രസിദ്ധനായ ഒരു പണ്ഡിതൻ, വെല്ലൂർ ബാക്കിയാത്തു സ്വാലിഹാത്ത് എന്ന പ്രസിദ്ധമായ സ്ഥാപനത്തിൻ്റെ അന്നത്തെ പ്രിൻസിപ്പാൾ. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ ജബ്ബാർ ഹസ്രത്ത് എന്നാണ്. ഇന്ത്യയിലെ പഴയ കാലത്തെ എമ്പാടും ബാക്കവിമാരുടെ ഉസ്താദുമാരാണ് ഉസ്താദ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് ആലുവയിൽ ഈ യോഗം ചേരുന്നത്. ആ യോഗത്തിൽ വെച്ച് നമ്മുടെ സ്വതന്ത്ര സമര സേനാനി കൂടിയായ ഈ മൊയ്തു മൗലവിയാണ് ഈ പ്രമേയം അവതരിപ്പിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് മേൽ പറയപ്പെട്ട കാര്യങ്ങൾക്ക് മതപരമായ നേതൃത്വം കൊടുക്കാൻ ഒരു പണ്ഡിത സഭ ആവശ്യമാണ്. അവിടെ കൂടിയ മുഴുവൻ ആളുകളും, അന്ന് സംഘടന ഇല്ലല്ലോ, ഒന്നും ഉണ്ടായിട്ടില്ല, എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ അതിനെ പിന്തുണച്ചു. 1924 ആ മെയ് മാസത്തിലാണ് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു പണ്ഡിത സഭ പിറക്കുന്നത്. അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം ഖുർആനും സുന്നത്തുമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ചില പണ്ഡിതന്മാർ പിന്മാറി. 1925 അവർ ഈ പണ്ഡിത സഭയിൽ നിന്ന് രാജിവെച്ചു. 1926 അവർ ഒരു പുതിയ പണ്ഡിത സഭ രൂപീകരിച്ച്, മുസ്ലിങ്ങൾ ഖുർആനും സുന്നത്തുമല്ല ആധാരമാക്കേണ്ടത്, നമ്മുടെ പൂർവികരായ പിതാക്കളുടെ ആ പൂർവികരുടെ പാരമ്പര്യവും മഹാന്മാരായ ഇമാമുമാരുടെ മാർഗവും അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വഴി എന്നുള്ള നിലക്കാണ് അവർ ചിന്തിച്ചത്. അവർ 1926 മറ്റൊരു പണ്ഡിത സഭ രൂപീകരിച്ചു. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. 24 രൂപീകരിച്ച ആ പണ്ഡിത സഭയാണ് കേരള ജംഇയ്യത്തുൽ ഉലമ.
രണ്ട് സഭ. 947 ഈ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് ചില ആളുകൾ പുറത്തു പോയിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ പിന്നീട് രൂപീകരിക്കുന്നത്. അപ്പൊ കേരളത്തിലെ മുഴുവൻ മുസ്ലിം പണ്ഡിതന്മാരും ഒരുമിച്ച് കൂടി അവർ രൂപീകരിച്ച സംഘമാണ് കേരള ജംഇയ്യത്തുൽ ഉലമ. പിന്നീട് അതിൽ നിന്നിങ്ങനെ വേർപെട്ട് കുറെ ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായിട്ടുണ്ട്. ഈ ഒന്നാമത് രൂപീകരിക്കപ്പെട്ട ആ ജംഇയ്യത്തുൽ ഉലമയാണ് 1950 കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന ഈ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് മണ്ണൊരുക്കുന്നതും അതിനാവശ്യമായ സാഹചര്യം ഒരുക്കുന്നതും. 924 രൂപീകരിച്ച കേരളത്തിലെ ആദ്യ പണ്ഡിത സഭയായ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തന ഫലമായിട്ടാണ് പണ്ഡിതന്മാർക്ക് മാത്രം പോരാ, പൊതുജനങ്ങൾക്ക് കൂടി ഒരു പ്ലാറ്റ്ഫോം വേണം എന്ന ചിന്തയിൽ നിന്നാണ് 1950 കേരള നദ്വത്തുൽ മുജാഹിദീൻ രൂപീകരിച്ചത്. കേരള നദ്വത്തുൽ മുജാഹിദീൻ രൂപീകരിച്ചത് മുതൽ ആ പ്രസ്ഥാനത്തിന് ആവശ്യമായ പണ്ഡിതോചിതമായ, ആളുകൾക്കിടയിൽ മതപരമായ വിഷയങ്ങളിൽ തർക്കമുണ്ടാവുകയോ മതപരമായ വിഷയങ്ങളിൽ സംശയമുണ്ടാവുകയോ പുതിയ സാഹചര്യത്തിൽ മതപരമായ പുതിയ ഫത്വകൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ടി വരികയോ ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ആ ദൗത്യം ഏറ്റെടുത്ത് 950 മുതൽ ഇന്ന് വരെ കേരള ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ 100 വർഷം പൂർത്തിയാക്കി 2024 മെയ് മാസത്തോടു കൂടി. ആ 100 വർഷം ഒരു സംഘടന, അതും സമൂഹത്തിൽ ന്യൂനപക്ഷമായി നിൽക്കുന്ന, സമൂഹത്തിലെ വലിയ ഒരു വിഭാഗത്തിന്റെ എതിർപ്പുകളെ അവഗണിച്ച് അള്ളാഹുവിന്റെ ദീന് മാത്രം, അള്ളാഹുവിന്റെ പ്രീതി മാത്രം മുൻനിർത്തി ഒരു സംഘം 100 വർഷം ഒരു നാട്ടിൽ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. എന്തൊക്കെ പ്രതിസന്ധികൾ, എന്തൊക്കെ പ്രയാസങ്ങൾ, എന്തൊക്കെയാണ് പോയ കാലത്ത് അനുഭവിച്ചത്. ആ അനുഭവങ്ങളൊക്കെ അനുഭവിച്ച് ഇന്നും ആ സംഘം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ 100ാം വാർഷികം, ആ സംഘത്തിൻ്റെ അതിൻ്റെ ഉത്ഭവം, അതിൻ്റെ ലക്ഷ്യം, അതിന് ചെയ്യാനുള്ള പ്രവൃത്തികൾ, ഇതൊക്കെ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ 100ാമത് വാർഷികം ബഹുമുഖ പരിപാടികളോടെ നമ്മുടെ പ്രസ്ഥാനം കേരള നദ്വത്തുൽ മുജാഹിദീൻ പല രൂപത്തിൽ അത് കൈകാര്യം ചെയ്തു. ആളുകൾക്ക് പല കാര്യങ്ങളും അറിയിച്ചു കൊടുത്തും പലതും പഠിപ്പിച്ചു കൊടുത്തും സമൂഹത്തിൽ പുതിയ മാറ്റമുണ്ടാക്കിയും ഒരു വർഷം നീണ്ടുനിന്ന 100ാം വാർഷികം ഉണ്ടായി. ആ വാർഷികത്തിൻ്റെ സമാപനം എന്നോണം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന നവംബർ മാസം 16-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഒരു വലിയ മുജാഹിദ് സംഗമം നടക്കുന്നുണ്ട്. ആ സംഗമത്തിലേക്ക് ഒരു നാട്ടിലെ എല്ലാ ആളുകളെയും ക്ഷണിക്കണമെന്ന് ഈ സംഘം ജംഇയ്യത്തുൽ ഉലമ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം നിങ്ങളെ ഏവരെയും, മുതിർന്നവരും കുട്ടികളും യുവാക്കളും സ്ത്രീകളും എല്ലാവരും, നമ്മുടെ ഈ മഹല്ലിലെ സാധിക്കുന്ന അത്രയും ആളുകൾ നമുക്ക് ആ സംഗമത്തിൽ പങ്കെടുക്കണം. നമ്മുടെ പൂർവികർ ഈ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും അനുസ്മരിക്കുന്ന, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് അള്ളാഹുവിൻ്റെ റിളയിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന ആ വലിയ കൂട്ടായ്മയിൽ നമ്മളൊക്കെ ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. സാധിക്കുന്നവരൊക്കെ അതിലുണ്ടാവണം. അതിനാവശ്യമായ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തുന്നുണ്ട്. ആ ഏർപ്പാടുകളുമായി സഹകരിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.